പെരുന്നാളാകുമ്പോഴാണ് പെരുന്നാളിൻ്റെ ഷോപ്പിങ്ങിന് പോകുന്ന വീഡിയോ ഇടുന്നത് കേട്ടോ. എല്ലാ തവണയും ഞാനാണ് ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഡ്രസ്സ് വാങ്ങാൻ പോകുന്നത്. എനിക്ക് ആദ്യമൊന്നും മിഡിലും ഒന്നും വാങ്ങുന്നത് ഇഷ്ടമല്ല കേട്ടോ. ലാസ്റ്റ് ആ ഒരു എൻഡിങ്ങിലാണ് ഞാൻ വാങ്ങുന്നത്. ആ ഒരു പോകുന്ന ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇടുമ്പോഴത്തേനുണ്ടല്ലോ പിറ്റേന്ന് ഈദായി. അപ്പോൾ ഞാൻ വിചാരിക്കും ഈദിൻ്റെ വീഡിയോ ഞാൻ ഇനി എപ്പോൾ ഇടുമെന്ന് കേട്ടോ. അങ്ങനെയാണ് ഇത് ഫ്രൈഡേയിൽ ഞങ്ങളുടെ ഓഫായിരുന്നു. അപ്പം നമ്മൾ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി സിറ്റി സെൻറ്ററിൽ പോയ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ആദ്യം എനിക്കാണ് ഡ്രസ്സ് വാങ്ങാൻ പോയത് സെൻട്രൽ പോയിൻറ്റിലാണ്. ഈ സ്കേർട്ടൊക്കെ കാണുമ്പോഴുണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സാധനമാണ് സ്കേർട്ട് കേട്ടോ. പക്ഷേ ഇത്തവണ ഞാൻ ഇതായതുകൊണ്ട് സ്കേർട്ട് വാങ്ങിയില്ല. പിന്നെ കുറേ ഡ്രസ്സുകൾ നോക്കി. ഇതിലൊരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിലേത് ഡ്രസ്സാണ് ഞാൻ ഇതിനെടുത്തതെന്ന് നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. അപ്പം എൻ്റെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് അതിന് ശേഷം പിന്നെ അബ്ദുള്ളയ്ക്ക് വാങ്ങാൻ വേണ്ടിയാണ് പോയത്. അബ്ദുള്ളയ്ക്കാണെങ്കിൽ ലെഫ്റ്റ് ഐസിൽ നിന്ന് മോനിക്കൊരു ഷർട്ടും ഒരു പാൻറ്റും വാങ്ങിച്ച് അവിടുന്ന് അവൻ്റെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും മാക്സിൽ കയറി. മാക്സിൽ നിന്ന് വീട്ടിലിടാൻ കുറച്ച് ടീഷർട്ടും അതുപോലെ ചെരുപ്പും ഒക്കെ വാങ്ങണമായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് അതും വാങ്ങി. ഇതിനിടയ്ക്കൊക്കെ അമാനും ആണെങ്കിൽ ഫുള്ള് നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കഴിഞ്ഞ തവണ ഞങ്ങളോടാണെങ്കിൽ ഇതിൻ്റെ ഷോപ്പിങ്ങിന് വരുത്തറില്ല. കാരണം ഞാൻ എടുക്കുന്നത് അവന് ഇഷ്ടപ്പെടില്ല, അവൻ എടുക്കുന്നത് എനിക്കും ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഫൈനലി അവന് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി നമ്മൾ ജോർദിയാനയിൽ കയറി. അങ്ങനെ ജോർദിയാനയിൽ എനിക്കൊരു ഷർട്ട് ഇഷ്ടപ്പെട്ടു, അത് അവനും ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫൈനലി അത് ഉറപ്പിച്ച് പിന്നെ ഷെഫിക്കും അവിടെ നിന്ന് ഒരു ടീഷർട്ട് വാങ്ങി. അങ്ങനെ അവിടെ നിന്നെല്ലാം ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ബാങ്കിൻ്റെ ടൈം എടുത്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഷെഫിക്കാണെങ്കിൽ വേറൊരിടത്ത് നോമ്പ് തുറക്കാൻ പോകണമായിരുന്നു. അങ്ങനെ ഷെഫി ഞങ്ങളെ അവിടെ ആക്കിയിട്ട് പോയി. അങ്ങനെ ഞാനും മക്കൾസുമാണ് ഫുഡ് കോർട്ടിൽ പോയിട്ട് നോമ്പ് തുറന്നു. അങ്ങനെ ചിപ്സും അതുപോലെ ബർഗറും ഒക്കെ ആയിട്ടാണ് നമ്മുടെ നോമ്പ് തുറന്നത് കേട്ടോ. ഒരു സുഖമില്ലായിരുന്നു, കാരണം നമ്മളുടെ ഒരു ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഒരു ഇതാവില്ലല്ലോ. അങ്ങനെ നോമ്പെല്ലാം തുറന്ന് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഷെഫി വരുന്നവരവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഷെഫി വന്നു. പിന്നെ ബാക്കി ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ല. ചെരുപ്പ് വാങ്ങണം, കമ്മൽ വാങ്ങണം, ഷോള് വാങ്ങണം. അങ്ങനെ ഒരു നേരമായി കേട്ടോ. രാവിലെ ഒരു 2:30 മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. തിരിച്ച് വീട്ടിൽ കയറിയപ്പം 11:30 മണിയായി. അങ്ങനെ ഇത്രയേ ഉള്ളൂ.